പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ വന്നിട്ട് എങ്ങനെയാണ് വീഡിയോസ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പലരും എന്നോട് കമൻസ് വഴി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഷോർട്സിൽ എങ്ങനെയാണോ കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ വീഡിയോസ് എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഇത് ഒരുപാട് പേര് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഞാൻ ഇന്ന് നിങ്ങളെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ സാധാരണ അപ്ലോഡ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പം അതിന് വിജയസാധ്യത വളരെ കൂടുതലാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പലരും സംശയിക്കാറുണ്ട്, ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ളവർ അധികം പേരും അങ്ങനത്തെ ആൾക്കാരായിരിക്കുമല്ലോ അല്ലേ. അപ്പം മൊബൈൽ ഫോണിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഞാൻ സ്റ്റുഡിയോ ആപ്പിൽ പോയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം ചെയ്യുമ്പോഴേക്കും പബ്ലിക്കെന്ന് വെക്കാതെ സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരിട്ട് അൺലിസ്റ്റിൽ കൊടുത്തിട്ട് പിന്നീടാണ് അത് നമ്മൾ പബ്ലിക്കാക്കി എഡിറ്റ് ചെയ്ത് പബ്ലിക്കാക്കി മാറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്തിടെ യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് സ്റ്റുഡിയോയിൽ തന്നെ നേരിട്ട് തന്നെ ഈ ടാഗ്സ് കൊടുക്കുന്നതും മോണറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കുന്നത് എല്ലാ രീതിയിലുമുള്ള ഒരു കിടിലൻ അപ്ഡേറ്റാണ് യൂട്യൂബ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾക്ക് കുറിച്ച് എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ അടുത്തിടെ വന്ന യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഇതൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നതും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക. മനസ്സിലായില്ലെങ്കിൽ ഒരു തവണയും കൂടെ കണ്ടിട്ട് ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് വഴി, കാരണം ഒരുപാട് പേര് ധാരാളം പേര് സംശയങ്ങൾ ഈ യൂട്യൂബിനെ പറ്റിയുള്ള ഞാൻ 1-2 അപ്ഡേറ്റ്സ് ഇട്ടപ്പോഴേക്കും കുറച്ച് കൂട്ടുകാർ വന്നിട്ട് അവർക്ക് ഈ ചില വീഡിയോസൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഞാൻ ഈ പുതിയൊരു ചാനൽ വഴി അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ സഹകരണങ്ങളും എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ മൊബൈൽ ഫോൺ വഴി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുമുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഗൂഗിൾ ക്രോം വഴിയോ ഇല്ലെങ്കിൽ യൂട്യൂബ് ആപ്പ് വഴിയോ ആണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്ലസ് ഐക്കോണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് വീഡിയോയിൽ പോയിട്ട് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആണ് സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഈ ടാഗ് ഒന്നും കൊടുക്കാനോ ഇല്ല മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂട്യൂബിൽ ആപ്പിൽ പോയിട്ട് അവിടെ എഡിറ്റിൽ പോയിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യുന്നതും ടാഗ്സ് കൊടുക്കുന്നതുമൊക്കെ. അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നം യൂട്യൂബ് ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ എപ്പോഴും വീഡിയോസ് അൺലിസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ YT സ്റ്റുഡിയോ ആപ്പിലോട്ട് പോയിട്ട് എഡിറ്റ് ചെയ്ത് ടാഗ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ സെറ്റിംഗ് ഒക്കെ ഓൺ ചെയ്തിട്ട് പബ്ലിക്കാക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇനി ആ ഒരു പ്രശ്നമില്ല. നമ്മൾക്ക് യൂട്യൂബിൻ്റെ ആപ്പിൽ സ്റ്റുഡിയോ ആപ്പിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ടാഗ്സ് ഇനി തൊട്ട് നേരിട്ട് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ സെറ്റിങ്സ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 2 സ്ഥലത്തിലായിട്ട് പോയിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നതൊക്കെ അപ്പോൾ പലർക്കും അറിയാമോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യമൊക്കെ അൺലിസ്റ്റ് ചെയ്തിട്ട് പിന്നീടാണ് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ പോയിട്ട് ഇതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ നമ്മുടെ ഷോർട്സൊക്കെ പബ്ലിക് ആക്കാറുള്ളത്. പക്ഷേ ഇനി തൊട്ട് യൂട്യൂബ് ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ആപ്പ് വഴി സ്റ്റുഡിയോ ആപ്പ് വഴി മൊബൈൽ ഫോണിൽ നിന്നും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇത് ഒരു 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറെ പല അപ്ഡേറ്റ്സും യൂട്യൂബ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ളതും നമ്മൾക്ക് ആവശ്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും
ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ കിടിലൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ട് തന്നെ ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളുടെ അടുക്കൽ ഷെയർ ചെയ്യുന്നതാണ്. ഇനിയും കാണാം.